നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പാലാരിവട്ടമാണ് കേട്ടോ. പാലാരിവട്ടത്ത് നമുക്കൊരു നായ്ക്കൂടും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് കൂട് കൊണ്ടുവന്നുള്ളത്. ലീഗലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടിൻ്റെ വിശേഷത്തിൽ കിടക്കാം. അതിൻ്റെ സൈസ് ആണല്ലോ 5 അടി നീളം, 4 അടി വീതി, 5 അടി ദൂരമാണ് കേട്ടോ കൂടിൻ്റെ സൈസ്. അപ്പോൾ നമ്മളിന്ന് പാലാരിവട്ടത്താണ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പുലർച്ചെ ഒരു 4 മണിയപ്പോൾ പുറപ്പെട്ടു വിട്ടാൽ ചില മേലത്തെ ഷീറ്റൊക്കെ അടിക്കലൊക്കെ ഇവിടെ വന്നിട്ട് അടിക്കുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈഡിലൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മെനക്കെടാവും. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സെറ്റ്. പക്ഷേ വരുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു, പുലർച്ചെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഇവിടെ എത്തിയപ്പോൾ തോർന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തോർന്നു. ഞാൻ വേഗം ഷീറ്റൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് മഴ രണ്ടാമത് സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ അത് തന്നെ വെയിറ്റ് ചെയ്ത് അപ്പോൾ മഴയൊക്കെ തോർന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സൈസ് പറഞ്ഞാൽ 5 അടി നീളം, 4 അടി വീതി, 5 അടി ഉയരം, പിന്നെ കാലുയരം 1 അടി ഉണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ട്രേ ഉണ്ട്. നമുക്ക് നല്ല ക്ലീൻ ചെയ്യാൻ നല്ല സൗകര്യത്തിനാണ് ചെയ്തുള്ളത്. അതിൻ്റെ ഡ്രോപ്പ് അതുപോലെ തന്നെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വേസ്റ്റ് ട്രേ. ഒരു കാലത്തും കംപ്ലൈൻറ്റ് വരില്ല. മറ്റേ ഇരുമ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റാണ്, പ്ലാസ്റ്റിക് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ആ പാത്തി വെച്ചുള്ള പുറത്തേക്ക് വെച്ചുള്ള വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം അടിച്ചാൽ നേരെ അതിൻ്റെ വേസ്റ്റൊക്കെ നേരെ അടിയിലേക്ക് പോകില്ല. അപ്പോൾ നമുക്ക് നേരെ അത് ഈ പാത്തിയിലേക്ക് വീണോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചുള്ളത്. ചിലപ്പോൾ നായ്ക്കളൊക്കെ കൂട്ടിൽ കാര്യം സാധിച്ചാൽ തന്നെ അത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വെച്ചാൽ നമുക്ക് വെള്ളം അടിച്ചാൽ നേരെ ഈ പാത്തിലേക്ക് വീണോളും. അത് മാത്രമല്ല നമുക്ക് ബാക്കിലേക്ക് ഒരു ആ ഡ്രോപ്പറിൽ നിന്നൊരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ വളരെ സുഖമാണ്. നേരെ വെള്ളം അടിച്ച് ആ ഒരു കണക്ഷൻ കൊടുത്ത് റിങ്ങിലേക്ക് കണക്ഷൻ കൊടുത്താൽ നേരെ ഫുള്ള് വേസ്റ്റ് റിങ്ങിലേക്ക് പൊക്കോളും. നായനെ കുളിപ്പിക്കാനും സൗകര്യം. അപ്പോഴും റിങ്ങിലേക്ക് തന്നെ വെള്ളമൊക്കെ പൊക്കോളും. അപ്പോൾ സ്മെല്ല് കുറയ്ക്കാം, നമുക്ക് നായ്ക്കളുടെ സ്മെല്ല് കുറയ്ക്കാൻ സൗകര്യമാണ്. അപ്പോൾ അത്യാവശ്യം ഇത് എപ്പോഴും വേസ്റ്റ് ട്രേ അടിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലൊരു റിങ് താത്താണെങ്കിൽ അത് മൂടിയിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടാൽ നമുക്ക് എപ്പോഴും സുഖമാണ് ക്ലീൻ ചെയ്യാനൊക്കെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിത്. അതുകൊണ്ട് അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ മഴ തുറന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞു നായനൊന്ന് കൂട്ടിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോൾ നായനെ കൂട്ടി കയറ്റിയപ്പോൾ എന്തായാലും അവനെ കയറ്റിയിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പൊതുവെ എല്ലാതും നമ്മൾ അവിടെ ഇട്ടിട്ട് പോവുള്ളൂ. ചിലപ്പോൾ വലിയ നായ്ക്കളൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല. പിന്നെ നമ്മളെ കണ്ടിട്ട് അവന് ദേഷ്യം വരണ്ടാച്ചിട്ട് പുതിയ വീടാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും അവർക്ക് ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ പിന്നെ അവർ പതുക്കനൊന്ന് ആ കൂടിനിട്ട് ഇണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം പോരും. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇവനെ വലിയ കുഴപ്പമില്ല, ആള് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു. അപ്പോൾ അവന് കളിക്കാനുള്ള ഏരിയ ഉണ്ട്, ആ ഏരിയ മൊത്തം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. നമ്മളെല്ലായിടത്തും ഡെലിവറി ഉണ്ട്. അപ്പോൾ ഓൾ കേരള നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. അതല്ലെങ്കിൽ പാർസൽ അയക്കുകയാണെങ്കിൽ പാർസൽ അയക്കും. നെറ്റ് പോൾട്ട് ടൈപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.